എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ലോകത്തിലെ ഏറ്റവും വില കൂടിയ കറൻസി ഏതാണ് എന്ന്? മിക്കവരും പറയും അത് അമേരിക്കൻ ഡോളറോ അല്ലെങ്കിൽ ബ്രിട്ടീഷ് പൗണ്ടോ മറ്റോ ആണെന്ന്. എന്നാൽ സത്യം അതല്ല. ലക്ഷക്കണക്കിന് മലയാളികൾ ഉൾപ്പെടെ ജോലി ചെയ്യുന്ന മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിലാണ് ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കറൻസീസ് ഉള്ളത്. ഈ വൈരുദ്ധ്യം ശരിക്കും കൗതുകകരമാണ്. അമേരിക്കൻ ഡോളറോ ബ്രിട്ടീഷ് പൗണ്ടോ അല്ല ലോകത്തിലെ ഏറ്റവും വിലയേറിയ നാണയമെന്ന സത്യം അന്താരാഷ്ട്ര വിപണിയിലെ എണ്ണയുടെ സ്വാധീനത്തെയാണ് അടിവരയിടുന്നത്. കുവൈറ്റ് ദിനാർ പട്ടികയിൽ ഒന്നാമത് നിൽക്കുമ്പോൾ അതിന് തൊട്ടു പിന്നാലെ ബഹ്റൈൻ ദിനാറും ഒമാനി റിയാലും ജോർദാനിയൻ ദിനാറും സ്ഥാനം പിടിച്ചിരിക്കുന്നു. ഈ രാജ്യങ്ങളെല്ലാം തന്നെ തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ എണ്ണയുമായും ആഗോള വിപണിയുമായും എത്രത്തോളം ആഴത്തിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ ഒരു കരുത്ത്. ശരിക്കും ഒരു വശത്ത് ലോകത്തിലെ ഏറ്റവും വില കൂടിയ കറൻസിയായ കുവൈറ്റ് ദിനാർ തന്റെ സിംഹാസനം നിലനിർത്തുന്നു. മറുവശത്ത് പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമായ ഇറാൻ ഒരു വൻ സാമ്പത്തിക തകർച്ചയെ നേരിടുകയാണ്. ഹോർമുസ് കടലിടുക്കിലെ സ്തംഭനവും ഇറാനിയൻ യുദ്ധത്തിന്റെ ഭീതിയും ബ്രിക്സ് രാജ്യങ്ങളുടെ നീക്കങ്ങളും ചേർന്ന് ആഗോള സാമ്പത്തിക ഭൂപടം മാറ്റി വരയ്ക്കുകയാണ്. വെറും അക്കങ്ങൾ മാത്രമല്ല കറൻസി മൂല്യം എന്ന് തെളിയിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ശരിക്കും ആദ്യം നമുക്ക് നോക്കാം എന്തുകൊണ്ട് കുവൈറ്റ് ദിനാർ കിങ് ആകുന്നുവെന്ന്. ആഗോള സമ്പദ് വ്യവസ്ഥയെ ഒരു മെഷീനായി കണ്ടാൽ അതിന്റെ എൻജിൻ ഓയിലാണ്. അതുകൊണ്ട് തന്നെയാണ് കുവൈറ്റ് ദിനാർ ഇന്നും ലോകത്തിലെ നമ്പർ 1 കറൻസിയായി തുടരുന്നത്. 2026 ഏപ്രിലിലെ വിനിമയ നിരക്ക് പ്രകാരം ഒരു കുവൈറ്റ് ദിനാർ ലഭിക്കാനായിട്ട് ഏകദേശം $3.25 നൽകണം. എങ്ങനെയാണ് ഈ കുഞ്ഞു രാജ്യം ഇത്രയും പവർഫുൾ ആയത്? ഇതിന്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന രഹസ്യം ഓയിൽ ആൻഡ് കറൻസി പെഗിംഗ് ആണ്. കുവൈറ്റ് തങ്ങളുടെ വരുമാനത്തിന്റെ സിംഹഭാഗവും എണ്ണയിലൂടെയാണ് കണ്ടെത്തുന്നത്. കുവൈറ്റ് തങ്ങളുടെ കറൻസിയെ ഡോളറിൽ മാത്രം തളച്ചിട്ടിട്ടില്ല, മറിച്ച് ലോകത്തെ പ്രമുഖ കറൻസികളുടെ ഒരു കൂട്ടവുമായി, അതായത് കറൻസി ബാസ്ക്കറ്റ് എന്ന് പറയും, ഇതുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അതായത് ലോകത്തെ പ്രമുഖ നാണയങ്ങളുടെ ഒരു മിശ്രിതം. ഇത് വിപണിയിലെ ചാഞ്ചാട്ടങ്ങളിൽ നിന്ന് ദിനാറിനെ ഒരു ഷോക്ക് അബ്സോർബറിനെ പോലെ സംരക്ഷിക്കുന്നു. ഇത് ഡോളറിൽ ഉണ്ടാകുന്ന ചാഞ്ചാട്ടങ്ങൾ കുവൈറ്റിനെ ബാധിക്കാതിരിക്കാൻ സഹായിക്കുന്നു. ബഹ്റൈൻ ദിനാറും ഒമാനി റിയാലും തൊട്ടു പിന്നാലെ നിൽക്കുന്നതും ഇതേ എണ്ണക്കരുത്തിൽ തന്നെയാണ്. പക്ഷേ ഈ കരുത്ത് കൊണ്ട് ലോകത്ത് എവിടെയും സാധനങ്ങൾ വാങ്ങാൻ കഴിയില്ല എന്നത് മറ്റൊരു സത്യം. ഡോളർ ഇപ്പോഴും ഗ്ലോബൽ റിസർവ് കറൻസിയായി തുടരുന്നതിന്റെ കാരണവും അത് തന്നെയാണ്. ഇനി നമുക്ക് നാണയ പട്ടികയുടെ ഏറ്റവും താഴെയുള്ള ഇറാനിലേക്ക് നോക്കാം. പട്ടികയുടെ മറുവശത്ത് 2026 ഇറാൻ നേരിടുന്നത് ഭീകരമായ അവസ്ഥയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഊർജ്ജ നിക്ഷേപങ്ങളിൽ ഒന്ന് കൈവശമുണ്ടായിട്ടും ഇറാനിയൻ റിയാൽ ഏറ്റവും ദുർബലമായ കറൻസിയായി തുടരുന്നു. ഇതിന് കാരണം സാമ്പത്തിക നയങ്ങളെക്കാൾ കൂടുതൽ ജിയോ പൊളിറ്റിക്സ് ആണ്. 2026 ഫെബ്രുവരിയിൽ ആരംഭിച്ച ഇറാൻ യുദ്ധവും അമേരിക്ക ഇസ്രായേൽ സംയുക്ത സൈനിക നീക്കങ്ങളും ഇറാന്റെ സാമ്പത്തിക അടിത്തറ തകർത്തു. ഉപരോധങ്ങൾ മൂലം എണ്ണ വിൽക്കാൻ കഴിയാത്തതും അന്താരാഷ്ട്ര ബാങ്കിംഗ് ശൃംഖലയായ സ്വിഫ്റ്റിൽ നിന്നുള്ള പുറത്താക്കലും റിയാലിനെ വെറും കടലാസതുണ്ടാക്കി മാറ്റുകയായിരുന്നു. യുദ്ധം കാരണം ഇറാന്റെ സമ്പദ് വ്യവസ്ഥ ഈ വർഷം 10% ചുരുങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു കറൻസിയുടെ മൂല്യം ആ രാജ്യത്തിന്റെ സൈനികവും രാഷ്ട്രീയവുമായ സുരക്ഷിതത്വവുമായി എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിന് ഇതിലും വലിയ ഉദാഹരണം വേറെയില്ല. കറൻസിയുടെ മൂല്യം ഇടിഞ്ഞതോടെ ഇറാനിലെ പണപ്പെരുപ്പം ആകാശത്തോളം ഉയർന്നു. ലോകത്തിന്റെ ഊർജ്ജ ഞരമ്പ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹോർമുസ് കടലിടുക്കിനെ കുറിച്ച് പരാമർശിക്കാതെ ഇറാനിന്റെ സാമ്പത്തിക അവസ്ഥയോ ആഗോള എണ്ണ വിപണിയെയോ പൂർണ്ണമാകില്ല. ഇനി ലോകത്തിന്റെ ഊർജ്ജ ഞരമ്പ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹോർമുസ് കടലിടുക്കിനെ കുറിച്ച് പരാമർശിക്കാതെ ഇറാന്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ചോ ആഗോള എണ്ണ വിപണിയെക്കുറിച്ചോ പറഞ്ഞു പൂർണ്ണമാകില്ല. ഒമാനും ഇറാനും ഇടയിലുള്ള ഒരു ഇടുങ്ങിയ ജലപാതയിലൂടെയാണ് ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എണ്ണയുടെ ഏകദേശം 20% കടന്നു പോകുന്നത്. ഈ പാതയിലുണ്ടാകുന്ന ചെറിയൊരു അസ്ഥിരത പോലും ആഗോള എണ്ണ വില കുതിച്ചുയരാൻ കാരണമാകും. ഇറാന്റെ മേൽ സമ്മർദ്ദം കൂടുമ്പോൾ ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടുമെന്ന ഭീഷണി അവർ പലപ്പോഴും ഉയർത്താറുണ്ട്. ഇത് കേവലം ഒരു ഭീഷണിയല്ല, മറിച്ച് ആഗോള സമ്പദ് വ്യവസ്ഥയുടെ കഴുത്തിന് പിടിക്കുന്നതിന് തുല്യമാണ്. എണ്ണവില കൂടുമ്പോൾ അത് ഡോളറിന്റെ മൂല്യത്തെയും മറ്റ് ശക്തമായ കറൻസികളെയും ബാധിക്കും. വിതരണ ശൃംഖല തടസ്സപ്പെടുന്നത് ഇന്ത്യയെയും ചൈനയും പോലുള്ള വമ്പൻ ഇറക്കുമതി രാജ്യങ്ങളെയും സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷ എന്നത് വെറും ഒരു പ്രാദേശിക വിഷയമല്ല, മറിച്ച് ആഗോള വിനിമയ വിപണിയുടെ സ്ഥിരതയുമായി നേരിട്ട് ബന്ധപ്പെട്ട ഒന്നാണ്. ഇനി ഈ പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യയും ചൈനയും തങ്ങളുടെ തന്ത്രങ്ങൾ മെനയുകയാണ്. ഇവിടെയാണ് ചൈനയുടെയും ഇന്ത്യയുടെയും സാമ്പത്തിക താൽപര്യങ്ങൾ പ്രസക്തമാകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതി രാജ്യമായ ചൈനയും മൂന്നാമത്തെ വലിയ ഉപഭോക്താവായ ഇന്ത്യയും എണ്ണ വിപണിയിലെ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. അമേരിക്കൻ ഡോളറിന്റെ അപ്രമാദിത്വം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള ഡി ഡോളറൈസേഷൻ നീക്കങ്ങൾ 2026 സജീവമാണ്.
ചൈന പെട്രോ യുവാൻ എന്ന ആശയം ശക്തമായി മുന്നോട്ട് കൊണ്ടുവെക്കുന്നുണ്ട്. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളുമായുള്ള എണ്ണ വ്യാപാരം ഡോളറിന് പകരം ചൈനീസ് യുവാനിൽ നടത്തുന്ന നീക്കങ്ങൾ ആഗോള വിനിമയ വിപണിയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇത് വരും കാലങ്ങളിൽ ഡോളറിന്റെ ശക്തി കുറയ്ക്കാനും യുവാനെ ഒരു ആഗോള ശക്തിയാക്കി മാറ്റാനും സഹായിച്ചേക്കാം. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ എണ്ണ കുറഞ്ഞ നിരക്കിൽ ലഭിക്കുന്നത് അവരുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഉപരോധങ്ങളെ മറികടക്കാനും ഇറാനുമായി സാമ്പത്തിക ബന്ധം തുടരാനും ചൈന താല്പര്യപ്പെടുന്നുമുണ്ട്. ഇന്ത്യയുടെ നിലപാടും ഈ വിഷയത്തിൽ സമാനവും എന്നാൽ തന്ത്രപരവുമാണ്. ഊർജ്ജ ആവശ്യങ്ങൾക്കായി മധ്യപൂർവേഷ്യയെ വളരെയധികം ആശ്രയിക്കുന്ന ഇന്ത്യ റഷ്യയിൽ നിന്നും ഇറാനിൽ നിന്നും എണ്ണ വാങ്ങുന്നതിനായിട്ട് സ്വന്തം കറൻസിയായ രൂപയിൽ ഇടപാട് നടത്താനുള്ള സാധ്യതകൾ തേടുന്നുണ്ട്. ഡീഡോളറൈസേഷൻ അഥവാ ഡോളറിനെ ഒഴിവാക്കിയുള്ള വ്യാപാരം എന്ന ലക്ഷ്യം ഇന്ത്യക്കും ചൈനയ്ക്കും ഒരുപോലെ പ്രധാനമാണ്. ഇറാനിലെ ചബഹാർ തുറമുഖ വികസനത്തിൽ ഇന്ത്യ നിക്ഷേപം നടത്തുന്നത് അഫ്ഗാനിസ്ഥാനിലേക്കും അതുപോലെ മധ്യേഷ്യയിലേക്കും എളുപ്പത്തിൽ പ്രവേശനം ലഭിക്കാനാണ്. ഇത് ഇറാനുമായുള്ള ഇന്ത്യയുടെ സാമ്പത്തിക ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കുന്നു. എണ്ണവിലയിൽ ഉണ്ടാകുന്ന നേരിയ വർധനവ് പോലും ഇന്ത്യൻ രൂപയുടെ മൂല്യത്തെ ഇടിപ്പിക്കുകയും അതുപോലെ തന്നെ രാജ്യത്തെ കറന്റ് അക്കൗണ്ട് കമ്മി വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്നതിനാൽ ഹോർമുസ് കടലിടുക്കിലെ സമാധാനവും എണ്ണ വിതരണത്തിലെ കൃത്യതയും ഇന്ത്യയെ സംബന്ധിച്ച് അതീവ പ്രാധാന്യമുള്ള ഒന്നാണ്. ആഗോളതലത്തിൽ ഏറ്റവും ശക്തമായ കറൻസികൾ എന്നറിയപ്പെടുന്ന കുവൈറ്റ് ദിനാറോ പൗണ്ടോ യൂറോയോ ആകട്ടെ, അവയുടെ എല്ലാ മൂല്യം ഇന്ന് വിതരണ ശൃംഖലകളിലെ സുതാര്യതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സാങ്കേതിക വിദ്യയുടെ വളർച്ചയും ഡിജിറ്റൽ കറൻസികളുടെ വരവും വിനിമയ വിപണിയെ മാറ്റിമറിക്കുമ്പോഴും എണ്ണ എന്ന ഇന്ധനത്തിന്റെ പ്രാധാന്യം കുറയുന്നില്ല. ഗ്രീൻ എനർജിയിലേക്ക് ലോകം മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അടുത്ത കുറച്ച് ദശകങ്ങളിലെങ്കിലും എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളുടെ കറൻസികൾ കരുത്തുറ്റതായി തുടരുമെന്നതാണ് സത്യം. എന്നാൽ വിഭവ സമൃദ്ധി മാത്രം ഒരു കറൻസിയെ രക്ഷിക്കില്ല എന്നതിന്റെ ഉദാഹരണമായി ഇറാൻ നിലനിൽക്കുന്നു. സുസ്ഥിരമായ രാഷ്ട്രീയ സാഹചര്യവും മികച്ച സാമ്പത്തിക നയങ്ങളും അന്താരാഷ്ട്ര ബന്ധങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു രാജ്യത്തിന്റെ നാണയത്തിന് ആഗോള വിപണിയിൽ മാന്യമായ സ്ഥാനം ലഭിക്കുകയുള്ളൂ. ലോകത്തെ ഭൂരിഭാഗം എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളും ഈ കൂട്ടായ്മയുടെ ഭാഗമാകുന്നതോടെ ഡോളർ ഒരു വൻ വെല്ലുവിളി നേരിടുമെന്നുറപ്പാണ്. ഇത് ലോകത്തെ ഒരു മൾട്ടി പോളാർ കറൻസി സിസ്റ്റത്തിലേക്ക് നയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതായത് ലോകത്ത് ഇനി ഒരു കറൻസി മാത്രം വാഴില്ല, മറിച്ച് യുവാനും രൂപയും ദിനാറും എല്ലാം തുല്യ പ്രാധാന്യത്തോടെ വിനിമയം ചെയ്യപ്പെടും. ഇതിന്റെ മുന്നോടിയായിട്ടാണ് ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മയും സ്വന്തം കറൻസി എന്ന ആശയവും ചർച്ച ചെയ്യപ്പെടുന്നത്. എണ്ണ വിപണിയിലെ തർക്കങ്ങളും ഹോർമുസ് കടലിടുക്കിലെ അസ്വസ്ഥതകളും തുടരുമ്പോഴും സാമ്പത്തിക ശക്തികൾ തങ്ങളുടെ കറൻസികളെ സംരക്ഷിക്കാനുള്ള പുതിയ തന്ത്രങ്ങൾ മെനയുകയാണ്. ചുരുക്കി പറഞ്ഞാൽ കറൻസി വിപണിയിലെ ഈ ഒരു യുദ്ധം വെറും ലാഭനഷ്ടങ്ങളുടെ കണക്കല്ല. ഇത് ലോകത്തിന്റെ അധികാര സമവാക്യങ്ങൾ മാറ്റിമറിക്കുന്ന പോരാട്ടം തന്നെയാണ്. കുവൈറ്റ് ദിനാറിന്റെ കരുത്തും ഇറാന്റെ റിയാലിന്റെ തകർച്ചയും നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത് ഒന്നു മാത്രം: പ്രകൃതി വിഭവങ്ങൾ മാത്രം പോരാ, അവ കാത്തു സൂക്ഷിക്കാൻ സുസ്ഥിരമായ രാഷ്ട്രീയ സാഹചര്യവും മികച്ച നയതന്ത്രവും അനിവാര്യമാണ്. ഗ്രീൻ എനർജിയിലേക്ക് ലോകം മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇന്നും നാളെയും ഭൂമിക്കടിയിലെ എണ്ണ തന്നെയാകും ആഗോള കറൻസികളുടെ ഭാവി നിശ്ചയിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.